അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ടാസ്ക്കാണ്, നമ്മുടെ റാങ്കിങ് ടാസ്ക്. അതിൽ പേര് നല്ല രീതിയിൽ വഴക്ക് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റാങ്കിൽ നമ്മുടെ നന്ദന, നോറ, ജിൻഡോ ഇവരെല്ലാം ഫസ്റ്റ് റാങ്കിന് വേണ്ടി നിൽക്കുന്നു. അവരെ മാറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരെല്ലാം കൂടെ ഇവരെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഇവർ അവിടെ നിൽക്കാനുള്ള അർഹത ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇവർക്കെതിരെ സംസാരിക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത് നമ്മുടെ നന്ദന, ജിൻഡോ, അതുപോലെ തന്നെ നമ്മുടെ നോറയാണെന്ന് തോന്നുന്നു. അവരെന്തായാലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ ഒരു റാങ്കിലേക്ക് പോകാനാണ് ചാൻസ്. കാര്യം അവർ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എതിരായിട്ട്. ഇനി ഇവർ നിർത്തുമെന്ന് അറിയത്തില്ല. കാര്യം നമ്മൾ കഴിഞ്ഞ സീസണിൽ അറിയാമോ, ആ ഒരു സീസണിൻ്റെ അവസ്ഥയാവും നടത്തില്ല. കാര്യം കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് കൊണ്ടുവന്ന് ഗെയിം ഒട്ടും കളിക്കാത്തവരൊക്കെയാണ് കയറി നിന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നാളെ വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കില്ല. അപ്പോൾ പലരും പറയുന്നത് കേട്ടു നാളെ മറ്റന്നാളും കൊണ്ട് ലാലേട്ടൻ വരും, ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണുമെന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മിഡ് വീക്ക് എവിഷന് ചാൻസ് ഉണ്ട്. ഇതൊരു മാറ്റിപ്പിടിക്കലാണ് സീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിഡ് വീക്ക് എവിക്ഷനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇതുകൂടെ കഴിഞ്ഞ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനും കഴിഞ്ഞ് ലാലേട്ടൻ എപ്പിസോഡിൽ ആരെങ്കിലുമൊക്കെ പോകുമായിരിക്കാം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ടഫ് ടാസ്കുകളായിരിക്കാം. എനിക്ക് തോന്നുന്നു BB6 മുറുകുമായിരിക്കും ഒന്നും കൂടെ കേട്ടോ. ആ ഒരു ലെവലിലേക്കാണ് പോകുന്ന പോക്ക് കണ്ടിട്ട്. ഇനി എന്താണെന്ന് അറിയില്ല ഇവരുടെയൊക്കെ പ്ലാൻ എന്നുള്ളത്. കാര്യം ഇപ്രാവശ്യത്തെ പ്ലാനിങ് എല്ലാം വേറൊരു രീതിയിലാണ്. നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ഇവർ ടാസ്ക് എപ്പം കൊടുക്കുമെന്നോ ടാസ്ക് കൊടുക്കത്തില്ലെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിക്റ്റ് ആക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നാണ് ഈ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ആരും പുറകോട്ട് നിൽക്കുന്നില്ല. നമ്മുടെ ശ്രീതു ഉൾപ്പെടെ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാസ്ക് അടിപൊളിയാക്കിയാൽ നല്ലതായിരുന്നു. കാരണം ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്ഥാനം നേടിയെടുക്കുന്നതാണ് ഈ ഒരു ടാസ്കിൻ്റെ ബലം. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് 1, 2, 3, 4, 5 സ്ഥാനത്ത് വരുന്നത്. ഈ 5 സ്ഥാനം വരെയാണ് സ്കോറിങ് കൂടുതൽ കിട്ടുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആരായിരിക്കും ഈ സ്ഥാനങ്ങളൊക്കെ വരാൻ ചാൻസ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.